ഇന്ന് രാവിലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ തോർന്നപ്പോൾ ചെടികളൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. മോന് നേരത്തെ എണീറ്റതുകൊണ്ട് എൻ്റെ കൂടെ കൂടി. തിരിച്ചകത്തേക്ക് വന്നപ്പോൾ കണ്ടത് കതകിന് പിന്നിൽ മൊത്തം കറുത്ത ഉറുമ്പ് മുട്ടയും കൊണ്ട് പോകുന്നതാണ്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അടുക്കളയിലേക്ക് വന്നു ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള തിരക്കായിരുന്നു. ഇന്ന് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് രാവിലെ അതിൻ്റെ തിരക്കിലാണ്. ആവി വന്നു തുടങ്ങിയപ്പോൾ ഓരോ തവി വീതം ഇഡ്ഡലി മാവും കോരി ഒഴിച്ചു. അങ്ങനെ 2 തട്ടിൽ മാവ് ഒഴിച്ച് വേവാനായിട്ട് അടച്ചു വെച്ചു. ഈ സമയം കൊണ്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളവും ബുക്കും പാത്രങ്ങളും എല്ലാം എടുത്ത് വെച്ചു. ഇതൊക്കെ നേരത്തെ അങ്ങ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ റെഡിയാക്കി അങ്ങ് ഇറക്കിയാൽ മതിയല്ലോ. അങ്ങനെ 2 പേരുടെ ബാഗിൽ ഞാൻ എടുത്ത് വെക്കുന്നുണ്ടല്ലോ. അതിനുശേഷം പോയി യൂണിഫോമൊക്കെ അയൺ ചെയ്ത് മക്കളെ റെഡിയാക്കി സ്കൂളിലേക്ക് വിട്ടു. തിരിച്ച് വന്നിട്ടാണ് പിന്നെ കാപ്പി കുടിക്കാനായിട്ടിരുന്നത്. 3 ഇഡലിയും കുറച്ച് സാമ്പാറും ഒഴിച്ച് ഞാനും കാപ്പി കുടിച്ചു. മക്കളും ഇത് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ട് പോയത്. വേഗം ആഹാരമൊക്കെ കഴിച്ച് തീർന്നതിന് ശേഷം അടുക്കളയിലേക്ക് കയറി ചോറ് വേകാനായിട്ട് വെച്ചു. ഇന്ന് നമുക്ക് പുറത്ത് പോകേണ്ടതായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. ARM സിനിമ ഇറങ്ങിയ സമയം മുതലുള്ള ആഗ്രഹമായിരുന്നു ഒന്ന് പോയി കാണണമെന്നുള്ളത്. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണെന്ന് പോകാൻ സമയം കിട്ടിയത്. എനിക്ക് മക്കൾക്കും വേണ്ടി കുറച്ച് നത്തോലി മീൻ മസാലയൊക്കെ പുരട്ടി മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇങ്ങനെ മസാല പുരട്ടി വെച്ചിരുന്നാൽ പൊരിക്കാൻ നേരമാകുമ്പോൾ നന്നായിട്ട് മസാല പിടിച്ചിരിപ്പുണ്ടായിരിക്കും. കുറച്ച് അഗസ്ത്യപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തോരൻ വെക്കാനായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനകത്തുള്ള പൂമ്പൊടിയൊക്കെ അങ്ങനെ ഇളക്കി മാറ്റുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കയ്ക്കും, അതുകൊണ്ടാണ് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ 1 by 1 ആയിട്ട് എല്ലാം അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ പൂവിലുണ്ടായിരുന്ന എല്ലാ പൂമ്പൊടിയും ഞാൻ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഹോൾസ് ഉള്ളൊരു പാത്രത്തിലാക്കി തോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് തോർന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. പൂവൊക്കെ ഒന്ന് തോർന്ന് കിട്ടുന്ന സമയം കൊണ്ട് അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരണ്ടി എടുക്കാം. വളരെ കുറച്ച് അളവിൽ മതി. നമ്മുടെ പൂവൊക്കെ കാണുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും വെന്ത് വരുമ്പോൾ തീരെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് മാറും. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വളരെ കുറച്ച് തേങ്ങ മാത്രം ചിരണ്ടി എടുക്കുന്നുണ്ട്. പൂവൊക്കെ വെള്ളം തോർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നന്നായിട്ടൊന്ന് അടുക്കി പിടിച്ചു. അതങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. എന്നിട്ട് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും മലക്കറിയൊക്കെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ച് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യാറുള്ളത്. കട്ടിംഗ് ബോർഡ് പ്ലാസ്റ്റിക്കിലായിരുന്നാലും തടിയിലുള്ളതായിരുന്നാലും കുറച്ച് നാൾ നമ്മളിങ്ങനെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ അതിൻ്റെ അംശങ്ങളൊക്കെ ഒന്ന് പൊടിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. എല്ലാ മലക്കറിയും ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞെടുത്ത പൂവിൽ ഒരു പാത്രത്തിലേക്കിട്ട് ഒരു വലിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ, അത് ഒരു പിടി വരും, ഒരു വലിയ പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. മിക്സിയിലൊന്നും അരയ്ക്കാത്തത് കൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമിയെടുത്താൽ ഇതൊരു എളുപ്പപ്പണിയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ചീരത്തോരനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ കടുക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൂവും തേങ്ങയെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നമ്മളിതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് വേവുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ച് അതിനകത്തുള്ള ജലാംശമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയം തോരൻ റെഡിയായി കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ പിന്നെ നമ്മുടെ മീൻ പൊരിക്കാനാണ് പോകുന്നത്. രാവിലത്തെ സാമ്പാറുള്ളത് കൊണ്ട് ഇന്ന് വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ പാത്രം വെച്ച് മീൻ പൊരിക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ
2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ബൈ 1 ആയിട്ട് മീനെല്ലാം നല്ലതായിട്ട് അടുക്കി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിടാൻ എളുപ്പമായിരിക്കും. ചെറിയ മീനായതുകൊണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് ഇളക്കിയെടുത്ത് തിരിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ആദ്യം തിരിച്ചിട്ടത് കരിഞ്ഞു പോവും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു പുറത്തോട്ട് പോകാനായിട്ട്. അപ്പോഴത്തേക്കും മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയെ ഒതുക്കി ഞങ്ങൾ സിനിമ കാണാനായിട്ട് പോയി. ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നാളുകൊണ്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന മൂവിയായിരുന്നു. അതുകൊണ്ട് ട്രെയിലർ ഒഴിച്ച് സിനിമയുടെ വേറെ ഒരു ഭാഗവും കണ്ടിട്ടില്ലായിരുന്നു. ഇല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഷോർട്സ് ആയിട്ടൊക്കെ വരുന്നതാണല്ലോ. എന്തായാലും കാത്തിരുന്നതൊന്നും വെറുതെ ആയില്ല. നല്ല അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ തിരിച്ച് വന്ന് ചോറും തോരനും മീൻകറിയും രാവിലത്തെ സാമ്പാറും ഒക്കെ കൂട്ടി, അച്ചാറുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കൂട്ടി ചോറും കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.